ഗുഡ് മോർണിംഗ് എവരിബഡി. 5th ചാപ്റ്ററിൻ്റെ എൻഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി ഏതാനും ചില ടാഗുകൾ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഫോം ടാഗ് പഠിച്ചു. ഫോം ടാഗ് ഉപയോഗിച്ച് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് ചേർന്ന് വരുന്ന മറ്റ് ടാഗുകൾ, ഇൻപുട്ട് ടാഗിൻ്റെ വിവിധ തരത്തിലുള്ള ടൈപ്പുകൾ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി ഏതാനും ചില ടാഗുകൾ കൂടിയാണ് അതിൻ്റെ ബാലൻസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ടാഗ് സെലക്ട്, ടാഗ് ഫീൽഡ് സെറ്റ്, ടാഗ് ലെജൻഡ്, ടാഗ് ഓപ്ഷൻ, അങ്ങനെ ഏതാനും ചില ടാഗുകൾ കൂടി മാത്രമാണുള്ളത്. വളരെ ചെറിയൊരു പോർഷനാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോഴേക്ക് നമ്മൾക്ക് ഫോം കംപ്ലീറ്റ് ആകും. ടാഗ് സെലക്ട് ആണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്, ഒരു കോംബോ ബോക്സ് ഒക്കെ നമ്മൾ എന്നൊക്കെ പറയും, നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ടാഗ് സെലക്ട് യൂസ് ചെയ്യുന്നത്. എ സെലക്ട് ബോക്സ് ഈസ് ഓൾസോ കോൾഡ് ഡ്രോപ്പ് ഡൗൺ ബോക്സ്. പ്രൊവൈഡ്സ് എ ലിസ്റ്റ് ഓഫ് വേരിയസ് ഓപ്ഷൻസ് ഇൻ ദ ഫോം ഓഫ് എ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. നമുക്കിവിടെ നോക്കാം അതിൻ്റെ ദിസ് ഈസ് എ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. ഇതൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റാണ്. ഇന്ത്യൻ, ബ്രിട്ടീഷ്, ജർമ്മൻ, ശ്രീലങ്കൻ എന്ന 4 വാല്യൂസാണ്, 4 ഓപ്ഷൻസാണ് അതിലുള്ളത്. ഡീഫോൾട്ടായിട്ട് നമ്മൾ ഇന്ത്യൻ സെറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ സെലക്ട് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഇന്ത്യൻ കാണുന്നത്. 4 വാല്യൂസാണ് ഇതിലുള്ളത്. ഇങ്ങനെ വൺ ആഫ്റ്റർ അനദർ ഇതുപോലെ നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് അല്ലെങ്കിൽ പുൾ ഡൗൺ ലിസ്റ്റായിട്ട് നമുക്ക് ഡേറ്റാസ് കാണാൻ പറ്റും. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനാണ്, ഇങ്ങനെയുള്ള ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ടാഗ് സെലക്റ്റും അതിൻ്റോടുകൂടി ചേർന്ന്, അതൊരു കണ്ടെയ്നർ ടാഗാണ്, പെയർ ഓഫ് ടാഗായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിനോട് അസോസിയേറ്റ് ആയിട്ട് ടാഗ് ഓപ്ഷൻ, ഒരു എംപ്റ്റി ടാഗ് നമ്മൾ ഉപയോഗിക്കും. A select box, also called a drop down list, provides a list of various options in the form of a drop down list from where a user can select one or more options. Select box is helpful when a number of options are to be displayed in a limited space. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരു ലിസ്റ്റ് പോലെ നമുക്ക് ഡാറ്റാസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് ഡേറ്റകൾ സെലക്ട് ചെയ്യാം. The options in the list അല്ലെങ്കിൽ the items in the list are specified using option tag, which will be contained in the select tag pair. അപ്പോൾ ഈ സെലക്ട് ടാഗ് പെയറിനുള്ളിൽ ഓരോരോ ഐറ്റം സ്പെസിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ടാഗ് ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ്, രണ്ടും കൂടെ സെലക്ട് ടാഗിൻ്റെ കൂടെ we are always using another tag called option. The main attribute of select tag are name. അതായത് ഈ ഡ്രോപ്പ് ഡൗൺ ബോക്സ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്ന കൺട്രോളിന് നെയിം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഫർദർ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെയിം വേണം. ഏതൊരു കൺട്രോളും നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഏതൊരു ടൂൾസ് ഇതിനകത്തുള്ള ഐറ്റംസ് നമ്മൾ വീണ്ടും ഫർദറായിട്ട് നമുക്ക് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്ത് വേണം? നെയിം വേണം. ഫർദർ റെഫറൻസിനാണ്. ഇറ്റ് ഗീവ്സ് എ നെയിം ടു ദ കൺട്രോൾ. വിച്ച് കൺട്രോൾ? ഡ്രോപ്പ് ഡൗൺ ബോക്സ് അല്ലെങ്കിൽ സെലക്ട് ബോക്സ്. ആ കൺട്രോളിന് നമുക്ക് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ നെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നെയിം ആട്രിബ്യൂട്ടാണ് ഉപയോഗിക്കുന്നത്, വിച്ച് ഈസ് സെൻഡ് ടു ദ സെർവർ ടു റെക്കഗ്നൈസ്ഡ് ആൻഡ് ടു ഗെറ്റ് ദ വാല്യൂ. അപ്പോൾ നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ഡ്രോപ്പ് ഡൗൺ ബോക്സിനെ റെഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന നെയിമാണ് നെയിം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ. നെയിം ആട്രിബ്യൂട്ടിന് വാല്യൂ ആയിട്ട് കൊടുക്കുന്നതാണ് ദിസ് പർട്ടിക്കുലർ സെലക്ട് ബോക്സിൻ്റെ നെയിം. ഓക്കെ. രണ്ടാമത്തെ എൻ്റെ സൈസ്. ദിസ് ക്യാൻ ബി യൂസ് ടു റെപ്രസെൻറ്റ് സ്ക്രോളിംഗ് ലിസ്റ്റ് ബോക്സ്. ഇറ്റ്സ് വാല്യൂ വിൽ ഡിസൈഡ് വെദർ ദ സെലക്ട് ബോക്സ് ഷുഡ് ബി എ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഓർ എ ലിസ്റ്റ് ബോക്സ്. 2 തരത്തിലുണ്ട്. സിമ്പിൾ ലിസ്റ്റ് ബോക്സും ഉണ്ട്, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റും ഉണ്ട്. സിമ്പിൾ ലിസ്റ്റ് ബോക്സിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് എഡിറ്റും കൂടി ചെയ്യാം.
ലിസ്റ്റ് ബോക്സ് വിത്ത് എഡിറ്റ് ആണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. ദ വാല്യൂ ഈസ് 1, വി ഗെറ്റ് എ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഓർ എ കോംബോ ബോക്സ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കോംബോ എന്ന് പറയും. കോംബോ ബോക്സ് ആകുമ്പോൾ എഡിറ്റ് ഉണ്ട്. ലിസ്റ്റ് ബോക്സ് വിത്ത് എഡിറ്റ് ഈസ് കോൾഡ് കോംബോ ബോക്സ്. അതിന് ഈ സൈസിൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ. മൾട്ടിപ്പിൾ, ഇറ്റ് അലൗസ് യൂസേഴ്സ് ടു സെലക്ട് മൾട്ടിപ്പിൾ ഐറ്റംസ് ഫ്രം ദ മെനു. ഒരു മെനുവിനകത്തുനിന്ന്, ഒരു കോംബോ ബോക്സിനകത്തുനിന്ന് അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിനകത്തുനിന്ന് ഒന്നിലധികം ഐറ്റം സെലക്ട് ചെയ്യാൻ മൾട്ടിപ്പിൾ എന്ന ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യണം. ആട്രിബ്യൂട്ട് നമ്മൾ ഉപയോഗിക്കണം. ഓപ്ഷൻ ടാഗ്, ഇറ്റ് ഈസ് ആൻ എംപ്റ്റി ടാഗ് പ്ലേസ് ഇൻസൈഡ് ദ കണ്ടെയ്നർ ടാഗ് സെലക്ട്. സെലക്ട് എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ ടാഗിനുള്ളിൽ പ്ലേസ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന ഒരു എംപ്റ്റി ടാഗാണ് ഓപ്ഷൻ. സെലക്റ്റഡ്, ദിസ് ആട്രിബ്യൂട്ട് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് ദ ഡീഫോൾട്ട് സെലക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു വാല്യൂ ഇതിൽ നിന്ന്, ഇപ്പോൾ 4 എണ്ണം ഉണ്ടല്ലോ, ഇതിൽ നിന്ന് ഒരെണ്ണം ഡീഫോൾട്ടായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് വെക്കണം. പിന്നെ ആവശ്യമുള്ളപ്പോൾ നമുക്ക് മാറ്റാം. നമ്മൾ കർസർ, അതായത് മൗസ് മൂവ് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ ഡീഫോൾട്ട് സെലക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സെലക്റ്റഡ് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. വാല്യൂ, ഇറ്റ് ഈസ് യൂസ്ഡ് ഹിയർ ടു അലൗ ദ സബ്മിഷൻ ഓഫ് എ വാല്യൂ ദറ്റ് ഡിഫർ ഫ്രം ദ കണ്ടന്റ് ഓഫ് ദി ഓപ്ഷൻ ടാഗ്. സബ്മിറ്റ് ചെയ്യുന്ന വാല്യൂവിനെയാണ് വാല്യൂ എന്ന ആട്രിബ്യൂട്ട് കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ടാഗിൻ്റെ കണ്ടൻ്റ് അല്ല. ഓപ്ഷൻ ടാഗിൻ്റെ കണ്ടൻറ്റ് അവിടെ ഡിസ്പ്ലേ ആയിട്ട് വരും. പക്ഷേ ആക്ച്വൽ വാല്യൂ ഏതാണോ സബ്മിറ്റ് ചെയ്യേണ്ടത് അതാണ് ഈ വാല്യൂ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓപ്ഷൻ ടാഗ് എന്ന് പറഞ്ഞാൽ ചേർന്ന് കൊടുക്കുന്നത് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇന്ത്യൻ, ബ്രിട്ടീഷ്, ജർമ്മൻ എന്നൊക്കെ പോലെ ഡിസ്പ്ലേക്കാണ്. ഇത്രയും ആട്രിബ്യൂട്ട്സ് ആണുള്ളത്. നെയിം, സൈസ്, മൾട്ടിപ്പിൾ, സെലക്റ്റഡ് ആൻഡ് വാല്യൂ. ഓരോന്നിൻ്റെ ഉപയോഗം നോക്കി മനസ്സിലാക്കുക. ഫോം, ആക്ഷൻ, ഇത് നമ്മൾ ഫോമിൻ്റെ സബ്മിറ്റ് ചെയ്യുമ്പോൾ വാല്യൂ ഈ ഗസ്റ്റ് ബുക്ക് .php എന്ന ഫയലിലാണ് റിസീവ് ചെയ്യുന്നത്. മെത്തേഡ് പോസ്റ്റാണ്. പോസ്റ്റ് മെത്തേഡിലാണിത് സെൻഡ് ചെയ്യുന്നത്. ഗെറ്റും പോസ്റ്റും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പോസ്റ്റാണ് നമുക്ക് കുറച്ചുകൂടി സെക്യൂരിറ്റി ഉള്ളത്. അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ളത് അയക്കുകയും ചെയ്യാം. സ്പീഡ് ഇത്ര കുറവാകും എന്നുള്ളതേ ഉള്ളൂ. അറ്റാച്ച് ചെയ്ത് അയക്കുമ്പോൾ പോസ്റ്റ് മെത്തേഡ്. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ റിസീവ് ചെയ്യുന്ന ഫയലാണ്, അത് പ്രോസസ്സ് ചെയ്യുന്ന ഫയലാണ് ഗസ്റ്റ് ബുക്ക് .php. അതാണ് ആക്ഷൻ്റെ കൂടെ കൊടുത്തത്. URL ആണ്. ഇനി നമ്മളിവിടെ നാഷണാലിറ്റി എന്ന് എഴുതുന്നു. പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് കണ്ടില്ലേ, സെലക്ട് ടാഗ് ഉപയോഗിക്കുന്നു. സെലക്ട് ടാഗ് ഉപയോഗിച്ച് നമ്മൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സൈസ് ഈക്വൽ ടു 1 എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടല്ലോ. സൈസ് ഈക്വൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. സൈസ് ഈക്വൽ ടു 1. പിന്നെ നെയിം, നാഷണാലിറ്റി എന്നാണ് ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ. ഇനി ഓപ്ഷൻ, വാല്യൂ ഈക്വൽ ടു ഇന്ത്യൻ, സെലക്റ്റഡ് ആയിരിക്കുന്നത് ഇന്ത്യൻ ആണ്. ഡീഫോൾട്ട് സെലക്റ്റഡ്, വാല്യൂ ഇന്ത്യൻ, അതായത് സെൻഡ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന വാല്യൂ ഇന്ത്യൻ ആണ്. ഇത് ജസ്റ്റ് ഡിസ്പ്ലേ ഇന്ത്യൻ എന്ന് വരാൻ വേണ്ടി. ഇനി അടുത്ത ഓപ്ഷൻ, വാല്യൂ ബ്രിട്ടീഷ്, ഡിസ്പ്ലേ ചെയ്യുന്നത് ബ്രിട്ടീഷ്. വാല്യൂ ജർമ്മൻ, ഡിസ്പ്ലേസ് ഓൾസോ ജർമ്മൻ. വാല്യൂ ശ്രീലങ്കൻ, ഡിസ്പ്ലേയും ശ്രീലങ്കൻ. അങ്ങനെ സെലക്ട് 4 ഓപ്ഷൻ വെച്ചിട്ട് സെലക്ട് ടാഗ് അവസാനിക്കുകയാണ്. അപ്പോൾ ഡ്രോപ്പ് ഡൗൺ ബോക്സ് ക്രിയേറ്റഡ് ആയി. ഫോം ക്ലോസ് ചെയ്യാണ്. HTML ക്ലോസ് ചെയ്യാണ്. വളരെ സിമ്പിളായ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ മെനു അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ബോക്സ് ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നെയിം, നാഷണാലിറ്റി എന്നാണ് ഈ കൺട്രോളിൻ്റെ. ഡിഫോൾട്ട് വാല്യൂ ആയിട്ട് സെലക്ട് ചെയ്ത ഇന്ത്യൻ ആണ്. പിന്നെ ഇന്ത്യൻ, ബ്രിട്ടീഷ്, ജർമ്മൻ, ശ്രീലങ്കൻ എന്ന 4 വാല്യൂസാണ് ഇവിടെ ഉള്ളത്. അത് നമുക്ക് ഓരോന്നും ആവശ്യമുള്ളതുപോലെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് ഒരു കോംബോ ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടാണ്. സെലക്ട് ടാഗ് ആൻഡ് along with ഓപ്ഷൻ ടാഗ്. ഇനി അടുത്തത് നമ്മൾ പഠിച്ച എല്ലാ കൺട്രോൾസും കൂടെ ചേർത്ത് നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്യുകയാണ്. അതുകൂടാതെ അതിനകത്തൊരു സബ്സെക്ഷൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇതാ ഒരു വര പോലെ
ഒരു ബോക്സ് പോലെ ഇങ്ങനെ കാണുന്നത്. ദിസ് ഈസ് എ സബ് പാർട്ട് ഓഫ് സബ് സെക്ഷൻ ഓഫ് ദിസ് ഫോം. അതായത് ആ സെക്ഷൻ്റെ നെയിമാണ് നാഷണാലിറ്റി. അതിനകത്തൊരു കോംബോ ബോക്സ് ഉണ്ട്, 2 ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. നാഷണാലിറ്റി ഇന്ത്യൻ, ബ്രിട്ടീഷ്, ജർമ്മൻ, ശ്രീലങ്കൻ എന്നുള്ളതിൽ നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഡീഫോൾട്ടായിട്ട് നമ്മൾ ഇന്ത്യൻ കൊടുക്കുന്നു, ഡീഫോൾട്ട് സെലക്ഷൻ. മാറ്റമുള്ളവർക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നേറ്റിവിറ്റി എഴുതാനായിട്ട് ടെക്സ്റ്റ് ബോക്സ്, ഡിസ്ട്രിക്റ്റ് എഴുതാനായിട്ട് ടെക്സ്റ്റ് ബോക്സ്. ഇത് ഇത്രയും കൂടി ഈ കോംബോ 2 ടെക്സ്റ്റ് ബോക്സ് ഇത്രയും കൂടെ ചേർന്നതാണ് ഒരു സബ് ഗ്രൂപ്പ്, സബ് ഡിവിഷൻ. അപ്പം അതിൻ്റെ നെയിമാണ് നാഷണാലിറ്റി. നെയിം ചെയ്യുന്നത് ലെജൻഡ് എന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ്. ഈ സബ് ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഫീൽഡ് സെറ്റ് എന്ന ഒരു കണ്ടെയ്നർ ടാഗ് യൂസ് ചെയ്തിട്ടാണ്. ഫീൽഡ് സെറ്റ് അതിനുള്ളിലാണ് ഹോബീസ്, പിന്നെന്താണ് ഇതിനുള്ളിലല്ല, മേളില ഇവിടെയാണ് ഫീൽഡ് സെറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതിനുള്ളിൽ നാഷണാലിറ്റി എന്നാണ് ആ ഫീൽഡിൻ, അതായത് മീൻസ് ആ ഗ്രൂപ്പിൻ്റെ നെയിം. ഒരു ഫീൽഡ് സെറ്റ് ഉപയോഗിച്ച് ഒരു സബ് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അതിന് നെയിം കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ടാഗ് ലെജൻഡ്. ക്ലിയർ ആയോ? ഫീൽഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ സബ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനാണ്. ഇവിടെ ഉണ്ട്. സംടൈംസ് ഗ്രൂപ്പിംഗ് റിലേറ്റഡ് ഐറ്റംസ് അല്ലെങ്കിൽ റിലേറ്റഡ് കൺട്രോൾസ് ഇൻ എ ഫോം ബിക്കം എ നെസസിറ്റി. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ അങ്ങനെ ആവശ്യങ്ങൾ വരും. ഒരു ഗ്രൂപ്പാക്കി ഫോമിനുള്ളിലെ കുറച്ച് കൺട്രോളുകളെ, കുറച്ച് ഐറ്റംസിനെ നമുക്ക് ഒരുമിച്ചാക്കണം. അപ്പോൾ അതിനു വേണ്ടി പല പല ഗ്രൂപ്പുകളുണ്ടാകാം. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫീൽഡ് സെറ്റ് എന്ന ടാഗ് പെയർ യൂസ് ചെയ്യുന്നത്. ദ ഫീൽഡ് സെറ്റ് എലമെൻറ്റ്സ് ഹെൽപ്സ് ഇൻ ഗ്രൂപ്പിംഗ് എ റിലേറ്റഡ് ഡേറ്റ ഇൻ എ ഫോം. ഒരു ഫോമിനുള്ളിലെ റിലേറ്റഡ് ആയിട്ടുള്ള കൺട്രോൾസിനെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് ടാഗ് ഫീൽഡ് സെറ്റ്. അതൊരു കണ്ടെയ്നർ ടാഗാണ്. ഓക്കെ, ബൈ യൂസിങ് ടാഗ് ഫീൽഡ് സെറ്റ് വി ക്യാൻ ഡിവൈഡ് എ ഫോം ഇൻ ടു ഡിഫറെൻറ്റ് സബ് സെക്ഷൻസ്. പാർട്ടീഷൻ അല്ലിത്. പാർട്ടീഷൻ ചെയ്യാൻ നമ്മൾ നേരത്തെ ഫ്രെയിം പഠിച്ചു, ഫ്രെയിം സെറ്റ് പഠിച്ചു. അതല്ലിത്, പാർട്ടീഷനൊന്നുമല്ല. ഇത് ഒരു ഗ്രൂപ്പായിട്ട് റെഫർ ചെയ്യുന്നു. വി ക്യാൻ ഡിവൈഡ് എ ഫോം ഇൻ ടു ഡിഫറെൻറ്റ് സബ് സെക്ഷൻസ്. ഓക്കെ, ഈച്ച് സബ്സെക്ഷൻ കണ്ടെയ്നിങ് റിലേറ്റഡ് എലമെൻറ്റ്സ്, ഒരേപോലുള്ള എലമെൻ്റാണ്. ടു ഐഡൻറ്റിഫൈ ഈച്ച് ഫീൽഡ് സെറ്റ് വി ക്യാൻ യൂസ് ദ ടാഗ് ലെജൻഡ്. ലെജൻഡ് ടാഗ് യൂസ് ചെയ്യാം. ഓരോ സബ് സെക്ഷനെയും ഐഡൻറ്റിഫൈ ചെയ്യാം. അതിനെ നെയിം ചെയ്യാനായിട്ട്, നെയിം പോലെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ദ ലെജൻഡ് ടാഗ് ഡിഫൈൻസ് എ ക്യാപ്ഷൻ ഫോർ ദ ഫീൽഡ് സെറ്റ് എലമെൻറ്റ്. ഇറ്റ് ഈസ് എ കണ്ടെയ്നർ ടാഗ്. ആ ക്യാപ്ഷനാണ് ഇവിടെ കാണുന്നത്, നാഷണാലിറ്റിന്ന്. കണ്ടില്ലേ, ഒരു ക്യാപ്ഷൻ കൊടുത്തു. ആ നാഷണാലിറ്റി എന്ന ക്യാപ്ഷനുള്ളിൽ വരുന്നതാണ്, ഗ്രൂപ്പിനുള്ളിൽ വരുന്നതാണ് ഈ 3 കൺട്രോൾസും. കോംബോ ബോക്സ്, 2 ടെക്സ്റ്റ് ബോക്സ്. നേറ്റിവിറ്റി എഴുതാൻ, ഡിസ്ട്രിക്റ്റ് എഴുതാൻ, നാഷണാലിറ്റി സെലക്ട് ചെയ്യാൻ. ഇതാണ് 3 കൺട്രോൾസ് ഉണ്ട്. ഇത് 3 കൂടെ ചേർന്നൊരു ഗ്രൂപ്പായി. അതിൻ്റെ ഒരു റെഫർ ചെയ്യുന്ന നെയിമാണ് നാഷണാലിറ്റി. ലെജൻഡ് എന്ന ടാഗ് വഴിയാണ് അത് യൂസ് കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഡേറ്റ റിസീവ് ചെയ്യുന്നത്. ഇവിടെ ഗെറ്റ് മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പോസ്റ്റ് അല്ല. നമ്മളൊരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് അതെല്ലാം. നെയിം എൻ്റർ ചെയ്യാനായിട്ട്. അടുത്തത് ഏജ് എൻ്റർ ചെയ്യാനാണ്. അതും ടെക്സ്റ്റ് ബോക്സ് ആണ്, ചെറിയ ടെക്സ്റ്റ് ബോക്സ് ആണ്, സൈസ് കുറച്ച്. പിന്നീട് 2 ലൈൻ, 1-2 ലൈൻ ബ്ലാങ്ക് സ്പേസ്, ലൈനല്ല ബ്ലാങ്ക് സെക്സ് ആണ്, ബ്ലാങ്ക് സ്പേസ് ഒക്കെ കൊടുത്തു. റേഡിയോ ബട്ടണായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒന്നല്ല നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റൂ സെക്സിനകത്ത്, ഐദർ ഫീമെയിൽ ഓർ മെയിൽ. അതുകൊണ്ടാണത് റേഡിയോ കൊടുത്തിരിക്കുന്നത്. ട്രാൻസ്ജെൻഡർ ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ 2 റേഡിയോ ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ അപ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സ്, കുറച്ചുകൂടി ഷോർട്ടായൊരു ടെക്സ്റ്റ് ബോക്സ്, 2 റേഡിയോ ബട്ടൺ. ഇനി ഒരു സബ് ഗ്രൂപ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫീൽഡ് സെറ്റ് എന്ന ടാഗ് യൂസ് ചെയ്തു. അതിന് ഒരു നെയിം കൊടുക്കാൻ വേണ്ടിയിട്ട്, ആ സെക്ഷനൊരു നെയിം ചെയ്യാനായിട്ട്
നമ്മൾ ലെജൻഡ് എന്ന ടാഗ് യൂസ് ചെയ്തു. നാഷണാലിറ്റി എന്നാണ് ആ സബ് ഡിവിഷൻ്റെ നെയിം. അതിനുള്ളിൽ സെലക്ട് ടാഗ് ഉപയോഗിച്ച്, ഓപ്ഷൻ ടാഗ് ഉപയോഗിച്ച് നമ്മൾ ഒരു കോംബോ ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇന്ത്യൻ, ബ്രിട്ടീഷ്, ജർമ്മൻ, ശ്രീലങ്കൻ എന്നാണ് നമ്മൾ നേരത്തെ ചെയ്ത തന്നെ. ഈ കൺട്രോളിൻ്റെ നെയിം നാഷണാലിറ്റി എന്ന് തന്നെ. നെയിമാണ് നെയിം ഓഫ് ദി കൺട്രോൾ. നെയിം ഓഫ് ദിസ് കൺട്രോൾ ഈസ് ഓൾസോ നാഷണാലിറ്റി. അതിലെ എലമെൻസ് ആണ് ഇതെല്ലാം. പിന്നീട് നേറ്റിവിറ്റി അടുത്ത ലൈനിൽ അതിനൊരു ടെക്സ്റ്റ് ബോക്സ്, പിന്നീട് ഡിസ്ട്രിക്റ്റിന് വേണ്ടി ടെക്സ്റ്റ് ബോക്സ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്രയായി കഴിയുമ്പോഴേക്ക് ഈ ഫീൽഡ് സെറ്റ് അവസാനിക്കുന്നു. ആ സെക്ഷൻ, ആ ഗ്രൂപ്പിംഗ് അവസാനിച്ചു. ഇവിടെ കണ്ടില്ലേ ലൈൻ ബോർഡർ കൊടുത്തിരിക്കുന്നു. അതൊരു ഗ്രൂപ്പാണ്. ഇത്രയും. തൊട്ട് താഴെ ചെക്ക് ബോക്സ് ആണ് ഹോബി സെലക്ട് ചെയ്യാനായിട്ട്. ഒന്നിലധികം ഹോബീസ് ഉള്ളവർക്ക് നമുക്ക് സെലക്ട് ചെയ്യാം. നേരത്തെ സെക്സ് കൊടുത്തത് റേഡിയോ ബട്ടണാണ്. അത് ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ഒരു സമയത്ത് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് അത് റേഡിയോ തന്നെ ഉപയോഗിച്ചത്. ഇവിടെ ഒന്നിലധികം ഹോബി ഉണ്ടാകാം. അതുകൊണ്ടാണ് നമ്മൾ റേഡിയോ ബട്ടൺ ഉപയോഗിക്കാതെ ചെക്ക് ബോക്സ് യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ഏരിയ അഡ്രസ്സ് ലെങ്തി ആയിട്ടുള്ളത് കൊടുക്കാനാണ്. പിന്നീട് സബ്മിറ്റ് ബട്ടണും റീസെറ്റ് ബട്ടണുമാണ്. അങ്ങനെ വളരെ സിമ്പിളായ ഒരു ഫോമാണ്. നമ്മൾ അഡീഷണലായിട്ട് നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത ഫോമിൽ നിന്ന് അഡീഷണലായിട്ട് പഠിച്ചത് ഫീൽഡ് സെറ്റ് എന്ന ടാഗ് യൂസ് ചെയ്യാൻ, സബ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ, ഓപ്ഷൻ ടാഗ് യൂസ് ചെയ്യാൻ, പിന്നെന്താണ് കോംബോ ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ. അങ്ങനെ 2-3 കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. ടാഗ് ഓപ്ഷൻ, ടാഗ് സെലക്ട്, ടാഗ് ഫീൽഡ് സെറ്റ്, പിന്നെ ടാഗ് ലെജൻഡ്, എക്സെട്ര. അപ്പോൾ വളരെ സിമ്പിളായ ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുവിധപ്പെട്ട എല്ലാ കൺട്രോൾസും വന്നിട്ടുണ്ട്. ഇത് നമ്മൾ എങ്ങനെയാണ് കോഡ് ചെയ്യുന്നതെന്ന് പഠിക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോഴേക്ക് ഏകദേശം എല്ലാ കൺട്രോൾസും ഇവിടെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ടാഗ് സെലക്ട്, ടാഗ് ഫീൽഡ് സെറ്റ്, ടാഗ് ഓപ്ഷൻ, ടാഗ് എന്താണ് ലെജൻഡ്, അങ്ങനെയുള്ള ടാഗൊക്കെ നോക്കി പഠിക്കുക. ഓക്കെ. ഈ ചാപ്റ്റർ ഇവിടെ വെച്ച് തീരുകയാണ്, ഫിനിഷ് ആവുകയാണ്. ഓക്കെ. നന്നായിട്ട് നോക്കുക, പഠിക്കുക. ഓക്കെ. താങ്ക് യു.